ഹലോ, അസ്സലാമു അലൈക്കും. ഈദ് മുബാറക്, ഖൈറു മുബാറക്. എല്ലാവർക്കും ഈദ് ആശംസകൾ. सब लोग का आदमी का, हमारा फ्रेंड्स का, हमारा ब्रदर का, हमारा सिस्टर का, सब लोग का ഈദ് മുബാറക്. കേസോ എല്ലാവരും സുഖമാണ്? എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ആരുമില്ല, എല്ലാവരും പെരുന്നാളിൻ്റെ തിരക്കിലായിരിക്കും. എന്തായാലും നമ്മളിപ്പോൾ ഷിഹാബക്കൻ്റെ അടുത്ത് ലൈവായിട്ട് സംസാരിക്കാൻ പോവാണ്. ആരൊക്കെ ലൈവിലുണ്ട് അവരെല്ലാവരും പെട്ടെന്ന് വരാം. ലേറ്റ് ആയാലും പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ലൈവിൽ എന്തായാലും ഷിഹാബക്ക ഇപ്പോൾ സംസാരിക്കുന്നതായിരിക്കും. ഷിഹാബക്ക ഈദ് ആശംസ അറിയിക്കുന്നതായിരിക്കും. നമുക്ക് ഇൻഷാ അല്ലാഹ് കാണാം. അപ്പോൾ ആരൊക്കെയുണ്ട്? ശ്യാം, SHMM, സം, അസ്സലാമു അലൈക്കും. മുഹമ്മദ് ജംഷിദ്, ഹായ്, അസ്സലാമു അലൈക്കും. കമറുദ്ദീൻ, അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. ഈദ് മുബാറക്. എല്ലാവർക്കും ഈദ് മുബാറക്. ഈദ് ആശംസകൾ ഒരുപാട് അറിയിക്കുന്നു. ഒരുപാട് ആൾക്കാർ ഈദ് മുബാറക് ഉണ്ട്. എല്ലാവർക്കും ഖൈർ മുബാറക്. എന്തൊക്കെയുണ്ട്? അപ്പോൾ നമ്മളിപ്പോൾ ഇൻഷാ അല്ലാഹ് ഷിഹാബക്കൻ്റെ അടുത്ത് സംസാരിക്കാൻ പോവാണ് ലൈവായിട്ട്. അപ്പോൾ ഞാൻ മുമ്പായി താഴെ കുറച്ച് ഇങ്ങോട്ട് സംസാരിക്കാൻ വന്നതാണ്. ഇൻഷാ അല്ലാഹ് ഒരുപാട് ആൾക്കാർ ഈദ് മുബാറക് അറിയിക്കുന്നുണ്ട്. എല്ലാവർക്കും ഈദ് ആശംസകൾ. ഒരുപാട് മനസ്സ് നിറയെ ഇങ്ങൊക്കെ അറിയിക്കുന്നു. എല്ലാവർക്കും ഈദ് മുബാറക്, ഈദ് ആശംസകൾ. ശ്യാം, ഈദ് മുബാറക്. ഈദ് മുബാറക് മച്ചു, മുഹമ്മദ് ഫൈസലു, മുഹമ്മദ് കുട്ടി, റഹീം, ആമിന ഈദ് മുബാറക്, സൈനു ഈദ് മുബാറക്, ഉബൈദ് മങ്കാട് ഈദ് മുബാറക് മുബാറക്. അപ്പോൾ നമ്മളിപ്പോൾ ഷിഹാബക്കിൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് എല്ലാവരും ലൈവിലിരിക്കുക, ആരും പോകണ്ട. ഷിഹാബക്ക് ഇപ്പോൾ നമ്മൾ ലൈവിൽ സംസാരിക്കാനാണ്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ട് താഴെ വന്നതാണ് നെറ്റ്വർക്കൊക്കെ സെറ്റാക്കിയിട്ട് പോകാൻ. അപ്പോൾ എന്തായാലും വാട്ടർ ഫിൽറ്റർ എന്തൊക്കെയുണ്ട്? മൈമുന, ഷുമൈല, നടുക്കാർ, അസ്സലാമു അലൈക്കും അസർ. വാലൈക്കും സലാം. ഈദുൽ അദ്ഹ മുബാറക്. എല്ലാവർക്കും ईद आशंसകൾ. सब लोग आदमी का, हमारा फ्रेंड्स का, हमारा सिस्टर का, हमारे ब्रदर्स का, सब लोग हमारा चैनल कौन कौन बोल देखता हो उसका पूरा आदमी का ഈദ് മുബാറക്. അപ്പോൾ ഏതായാലും ഞാൻ പറഞ്ഞ പോലെ ഷിഹാബക്ക മേലുണ്ട്. ഇപ്പോൾ മേലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഒരുപാട് ആൾക്കാർ വന്നിട്ട് ശേഷം പോയാൽ നമുക്ക് നല്ലതാണ്. അപ്പോൾ അതുകൊണ്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും പെട്ടെന്ന് ലൈക്ക് അടിക്കും. എന്നാൽ ലൈക്ക് എല്ലാവർക്കും പോയപ്പോൾ എല്ലാവരും ലൈവിൽ വരും. ആ ലൈവിൽ വന്നാൽ ഇൻഷാ അല്ലാഹ് ഷിഹാബക്കിൻ്റെ അടുത്ത് നമ്മൾ പോകുന്നുണ്ട്. ഇത് ഈ വീടിൻ്റെ മേലാണുള്ളത് ഷിഹാബക്ക. അപ്പോൾ നമ്മളെല്ലാവരും പെരുന്നാൾ അടിച്ചു പൊളിച്ച് ഇവിടെ ഷിഹാബക്കനെ കൂടെ ആയിരുന്നു പെരുന്നാൾ. ഷിഹാബക്കനോട് നിസ്കരിച്ചു. ഷിഹാബക്കനോടെയാണ് നമ്മളെല്ലാവരും പെരുന്നാൾ കൂടിയത്. വൈറ്റ് കുടുത്തൊക്കെ ഇട്ടിട്ട്. അപ്പോൾ ഷിഹാബക്കൻ്റെ ഇന്നത്തെ പെരുന്നാളിൻ്റെ ലോഗ്സൊക്കെ എടുത്തിട്ടുണ്ട്. നമ്മൾ ഇൻഷാ അല്ലാഹ് ആ വീഡിയോസ് അപ്ലോഡ് ചെയ്യും. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മൾ ഷിഹാബക്കനെ കൂടെ ഇപ്പോൾ നമ്മൾ സംസാരിപ്പിക്കാം ഇൻഷാ അല്ലാഹ്. ഏതായാലും ഈ വീട്ടിലാണ് ഷിഹാബക്ക ഉള്ളത്. അപ്പോൾ നമ്മളിന്ന് പള്ളിയിൽ കയറി നിസ്കരിച്ചതാണ്. ഈ പള്ളിയിലാണ് ഇവിടെ കാണുന്ന ഈ പള്ളിയിലാണ് നമ്മൾ നിസ്കാരമാക്കി കഴിഞ്ഞത്. ഇന്നത്തെ ഈദ് മുബാറക്, ഈദ് നമാസ്, വലിയ നിസ്കാരം ഇവിടെയാണ് നമ്മൾ ഇന്ന് കഴിച്ചത്. അപ്പോൾ ഇവിടെ കുർബാനൊക്കെ ഈ ആടിനൊക്കെ അറുത്തെടുത്തു. കുറേ നമ്മളിതൊക്കെ കണ്ടപ്പോൾ നേരത്തെ ലൈവിൽ എന്താ വരാത്തെന്ന് ആരും ദേഷ്യപ്പെടേണ്ട, സങ്കടപ്പെടേണ്ട. കാരണം വെച്ചാൽ ഇവിടുന്ന് ഇങ്ങനെ തിരിഞ്ഞ് പറഞ്ഞാൽ ഈ വീട്ടിലാണ് ഷിഹാബ് ഉണ്ടായിരുന്നത്. നമ്മളെ വണ്ടിയൊക്കെ കിടക്കാൻ കണ്ടുണ്ടോ. അപ്പോൾ ഇവിടുന്ന് എവിടേക്കാണ് നമ്മൾ വന്നത്. അപ്പോൾ ലൈവ് ഇട്ട് ഒരു ഗുണമില്ല. നമ്മൾ ഏകദേശം 4 മണിക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്നേരം എല്ലാവരും പെരുന്നാളല്ല തിരക്കിലുണ്ടാവുന്നതായിട്ട് ഞാൻ ലൈവ് വന്നിട്ടില്ല. ഇപ്പോൾ പോലും അതന്നെ ആരും ഇല്ല, ലൈവിൽ ആരും കാണുന്നില്ല. 174 പേരുള്ളൂ. അപ്പോൾ ലൈക്ക് ഒന്ന് പെട്ടെന്ന് അടിക്കുക എല്ലാവരും. ഞാൻ ലൈവ് ഇട്ട് 3 മിനിറ്റായി. എല്ലാവരും നിങ്ങൾ ലൈക്ക് അടിച്ചാൽ എല്ലാവരും വരും. ഒരുപാട് ആൾക്കാർക്ക് അത് നോട്ടിഫിക്കേഷൻ റെക്കമെൻഡ് ആവും. അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് ലൈക്ക് അടിക്കുക. ആ ലൈക്ക് അടിച്ചിങ്ങനെ നമുക്ക് ആൾ വന്നാൽ ഒരു 1000 പേര് വന്നാൽ പെട്ടെന്ന് ഷിഹാബക്കിൻ്റെ അടുത്ത് നമ്മൾ പോവാം. ആറോ നമ്മളെ വിളിക്കുന്നുണ്ട്. ഷിഹാബക്കിൻ്റെ ഉള്ള സ്ഥലത്തേക്ക് നമ്മളെ വിളിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും പെട്ടെന്ന് ലൈക്ക് ചെയ്യും. വരുന്നുണ്ട്. കുറച്ച് ആൾക്കാരൊക്കെ കൂടട്ടെ. നമ്മളെ വിളിക്കുന്നുണ്ട് ഷിഹാബ്. വിളിക്കണ്ട നമ്മളെ വിളിക്കുന്നുണ്ട്. നമ്മൾ പറഞ്ഞിട്ടാണ് വന്നത്. അപ്പോൾ എന്തായാലും ഷിഹാബക്കിൻ്റെ അടുത്ത് ഇപ്പോൾ നമ്മൾ പോകുന്നുണ്ട്. അപ്പോൾ അതിന് മുമ്പായിട്ട് ഞാൻ പറയുന്ന ആരൊക്കെ ലൈക്സ് അടിച്ചില്ല അവരെല്ലാവരും പെട്ടെന്ന് ലൈക്ക് അടിക്കുക. 250 പേര് കാണുന്നുണ്ട്, പക്ഷേ ലൈക്കുകൾ 84ആണ്. ഒന്നുകൂടി ലൈക്ക് അടിച്ചാൽ നമുക്ക് നല്ലതാണ്. അപ്പോൾ ലൈക്ക് അടിച്ചപ്പോൾ सर प्लेस नेम अभी शिहाब भाई महाराष्ट्र का विरार में है. इधर आज कल इधर रुका ये घर में, आज इधर रुके. कल सुबह उसका सफ़र स्टार्ट कर रहा हूँ 6:30 का. आज नमाज़ पढ़ने का ये मस्जिद में नमाज़ पढ़ा इंशाल्लाह. अभी शिहाब भाई ये घर का ऊपर है, हम उधर तक अभी तक उसका पास
फेमस था, अभी आया थोड़ा नीचे आएंगे तो आपका लाइव डालने का इंशाल्लाह। सब लोग वेट करो, अभी शहाब भाई हमारे लाइव में बात करता हूँ इंशाल्लाह। ये घर में है शहाब भाई, आज कल रुका, आज रुकने का इधर है, कल सुबह इंशाल्लाह सफ़र 6:30 का उसका स्टार्ट कर रहा हूँ। बहुत अच्छा सीन है बैकग्राउंड में शहाब भाई उधर देखने का, हम उधर जाएगा भी। कौन कौन बोल हमारा चैनल देखने का, वो सब लोग आदमी का ईद मुबारक। एंड हमारा चैनल सब्सक्राइब करो एंड लाइक करो, अभी लाइक करो, लाइक हो गया तो ना बहुत आदमी आने तो टाइम हम ऊपर जाएगा इंशाल्लाह। ആരൊക്കെ നമ്മൾ ലൈവിൽ കണ്ട്, സുമയ്യ ഈദ് മുബാരക്, അബ്ദുറഫ് സഫിയ ഈദ് മുബാരക്, അബ്ദുറൌഫ്, മൈമൂന ഈദ് മുബാരക്. ഒരുപാട് ആൾക്കാർ ഇന്നലെ ഫുള്ള് ലൈവില്ല. ഇന്നലെ ഫുള്ള് ലൈവില്ല എന്ന് പറഞ്ഞാൽ ഇന്നലെ ഷിഹാബ്ക്ക 9 മണിയാകുമ്പോൾക്ക് ഷിഹാബ്ക്ക ഈ വീട്ടിലെത്തി. അതിനുശേഷം യാത്ര പോയില്ല, കാരണം വെച്ചാൽ ഇന്നലെ നോമ്പ് പിടിച്ചിട്ട് നമ്മൾ നടന്നത്. ഷിഹാബ്ക്ക ഏകദേശം 16 കിലോമീറ്റർ ഇന്നലെ നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ നമ്മൾ 9 മണിക്ക് ലൈവ് ക്ലോസ് ചെയ്യുന്നുണ്ടായിരുന്നു. നിങ്ങളെല്ലാവരും ആ ലൈവ് കണ്ടിരിക്കും, ഇന്നലത്തെ ലൈവ്. ഇന്നലെ നോമ്പ് പിടിച്ചിട്ടാണ് നമുക്ക് നടന്നത്. അപ്പോൾ എന്തായാലും ഇൻഷാ അല്ലാഹ് ഇന്നലത്തെ യാത്ര ഇന്നലെ 9 മണിക്ക് നിർത്തിയത് കൊണ്ട് ഷിഹാബ്ക്കോടെ വിലതാ എല്ലാവർക്കും അസ്സലാമു കുറേയുണ്ട് കണ്ടോ, ഷിഹാബ്ക്ക അവിടെ ഉണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ അവിടെ വരാം ഇൻഷാ അല്ലാഹ്. കണ്ടോ ഷിഹാബ്ക്ക, ഞാൻ മേലെ വരട്ടെ? ഓക്കെ. അപ്പോൾ എന്തായാലും ഷിഹാബ്ക്ക വിളിക്കും, നമ്മൾ മേലെ പോവാം. ഓക്കെ. അപ്പോൾ ആരൊക്കെ ലൈവിലുണ്ട് അവരെല്ലാവരും ലൈവ് കാണാം. ഇതാ ഫാറൂഖിനെ കണ്ടോ, ഫാറൂഖ് ഏതാ? ഈദ് മുബാരക്, ഹൈർ മുബാരക്, ഹൈർ മുബാരക്. യെസ്. അപ്പോൾ എന്തായാലും ഇൻഷാല്ലാ നമുക്ക് മേലെ പോവാം. ആരും ഇല്ലെന്ന് തോന്നുന്നുണ്ട്, എല്ലാവരും തിരക്കിലാണെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ഷിഹാബ്ക്ക് ഇന്ന് ഇവിടെ ഉണ്ടായിരുന്നത് ഈ വീട്ടിലാണ്. അപ്പോൾ ഏതായാലും ഇൻഷാല്ലാ ഞാൻ പറഞ്ഞ പോലെ ഒരുപാട് ലൈക്സ് അടിക്കും, പെട്ടെന്ന് ലൈക്ക് അടിക്കും. ആരും ലൈക്ക് അടിക്കില്ല, എന്താണ് സംഭവം അറിയില്ല. പെട്ടെന്ന് എല്ലാവരും ലൈക്ക് അടിക്കട്ടെ, ആരും മറക്കണ്ട. അപ്പോൾ ഇന്നലെ ഷിഹാബ്ക്ക് നിന്ന് വീടാണിത്. ഓക്കെ, നമ്മളൊക്കെ ഉറങ്ങിയത് ഇവിടെയാണ്. ഏതായാലും ഷിഹാബ്ക്കിൻ്റെ ബാഗൊക്കെ ഇവിടെ ഉണ്ട്, ഇതാണ് വീട്. ഓക്കെ. അപ്പം എന്തായാലും ഈ വീട്ടിലാണ് ഷിഹാബ്ക്കിന്. അപ്പം എന്താ ഷിഹാബ്ക്ക എടാ അവിടെ ഇവിടെ എടുത്തു മേലെ പോകാൻ പറഞ്ഞു, ലൈവ് വെച്ചാലേ. അപ്പോൾ എന്തായാലും ഇൻഷാ അല്ലാഹ് നമ്മൾ മേലെ പോവാണ്. ഷിഹാബ്ക്ക ഇന്നാലെ എൻ്റെ വീട് ഇതാണ്, നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇതാ വീടൊന്ന് കാണിച്ചു തരാം ഇൻഷാ അല്ലാഹ്. ഉണ്ടോ, ഈ വീട്ടിലാണ് ഷിഹാബ്ക്ക ഉള്ളത്. അപ്പോൾ നിങ്ങൾ ലൈക്ക് അടിക്കില്ല, അതാണ് പ്രശ്നം. ലൈക്ക് അടിച്ചാൽ ആൾക്കാരില്ല, അതാണ് ഷിഹാബ്ക്കിനെ കാണിക്കാൻ ആൾക്കാരില്ല. അതാ മാഷാ അല്ലാഹ് ഇവിടെ ഒരു ഇത് കാണിച്ചു തരാം. ഇതാ ഷിഹാബ്ക്ക പോകുന്ന സ്ഥലത്തിൻ്റെ ഫോട്ടോ ഒക്കെ ഇവിടെ ഉണ്ട്. മാഷാ അല്ലാഹ് എല്ലാവരും കണ്ടുകൊണ്ടിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്നുകൂടി ലൈക്ക് ചെയ്യുക. ആരൊക്കെ സബ്സ്ക്രൈബ് ചെയ്തില്ല അവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ ഈ തൊട്ടടുത്ത റൂമിലാണ് ഉണ്ടായിരുന്നത്, ഷിഹാബ്ക്ക ഈ റൂമിലാണ്. അപ്പോൾ എന്തായാലും ഇൻഷാ അല്ലാഹ് നമ്മൾ മേലെ പോകുന്നുണ്ട്. ആരൊക്കെ നമ്മൾ ലൈവ് കാണുന്നുണ്ട് അവരെല്ലാവരും ലൈക്ക് ചെയ്യുക. ആരൊക്കെ സബ്സ്ക്രൈബ് ചെയ്തില്ല അവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തായാലും നിങ്ങൾ പെട്ടെന്ന് ലൈക്ക് ചെയ്യട്ടാ. 300 പേര് കാണുന്നുള്ളൂ കാല്. എന്താ ഇത്ര ലേറ്റ് എല്ലാവരും വരാൻ, സംഭവം എന്താണ്? ആരും വന്നില്ലല്ലോ. ഷെയറൊക്കെ അപ്പോൾ നമ്മൾ ഷിഹാബ്ക്കിൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. ചെല്ലോ അവിടെ ചെല്ല്. അപ്പോൾ എന്തായാലും നമ്മൾ ഷിഹാബ്ക്കിൻ്റെ അടുത്ത് കൂടുന്നുണ്ട്. ആരൊക്കെ ലൈവിലുണ്ട്? പെരുന്നാളല്ലേ ബ്രോ, ബിസിയാ? നിങ്ങൾ ആരും പോകണ്ട, ഇനിയിപ്പോൾ ആരും പോകണ്ട, ഷിഹാബ്ക്കിനെ കാണിച്ചിട്ട് പോവാം. അപ്പോൾ എന്തായാലും ഇൻഷാ അല്ലാഹ് നമ്മൾ ഷിഹാബ്ക്കിൻ്റെ അടുത്ത് പോകുന്നുണ്ട്. ഇതാ നമ്മളിപ്പോൾ നിന്നിട്ടുണ്ടായിരുന്നത് അവിടെയാണ്, ഈ അവിടെ നിന്നിട്ടാണ് നമ്മൾ ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ മേലെ വന്നു. ആരൊക്കെ ലൈവിലുണ്ട് എല്ലാവരും പെട്ട ലൈക്കേക്ക്. പിന്നെ ഷിഹാബ്ക്കിനെ കാണുമ്പോൾ എല്ലാവരും സലാം പറയാം, എല്ലാവരും കമൻറ്റ് അടിക്കുക, സലാം പറയുക, ലൈക്ക് ചെയ്യുക ഈ വീഡിയോ. പിന്നെ ആരൊക്കെ നമ്മൾ ചാനൽ വന്നിട്ടുണ്ട് അവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. എന്തായാലും ഇൻഷാ അല്ലാഹ് നമ്മൾ ഷിഹാബ്ക്കിൻ്റെ അടുത്ത് പോകുന്നുണ്ട്. എല്ലാവരും ആരൊക്കെ ഉണ്ട് ലൈവിൽ അവരെല്ലാവരും നമ്മൾ ലൈവ് ഒന്ന് അടിച്ചു പൊളിക്കുക. അപ്പോൾ എന്തായാലും ഇൻഷാ അല്ലാഹ് ഷിഹാബ്ക്ക ഇവിടെ ഉണ്ട്, നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കും. ഷിഹാബ്ക്ക ഉണ്ട്, അസ്ലാം ഉണ്ട്, ഷിയാസ് ഉണ്ട്, പിന്നെ നമ്മുടെ സാബിത്ത് ഉണ്ട്, ഫാറൂഖ് ഉണ്ട്, അജ്മീർ യാത്ര പോകുന്നുണ്ട്. ഷിഹാബ്ക്കിനെ കാണുന്നുണ്ടോ? ആർക്ക് അസർ ഹാഡ് ബ്രേക്ക്ഫാസ്റ്റ്? ഇല്ല, ബ്രേക്ക്ഫാസ്റ്റ് नहीं हो गया, इधर है इंशाल्लाह. അപ്പോൾ അവിടെ ഉണ്ട് ഷിഹാബ്ക്ക. ഞാൻ എങ്ങനെ പോകുന്നത് അവിടേക്ക്?
അസ്സലാമു അലൈക്കും. ആ നീ വിളിക്ക സംസാരിക്കുറച്ച് സംസാരിക്കടാ കേൾക്കുന്നത്. ഈദ് മുബാറക്, ഈദ് മുബാറക്, ഖൈർ മുബാറക്. അസർ ഹായ് ഇജ്ജ് മലയാളം വായിക്കതാ കുറച്ച് സംസാരിക്കാം. കണ്ടതിൽ സന്തോഷം. മാഷാ അല്ലാ. മജീദ് ഈദ് മുബാറക്, ഈദ് മുബാറക്, ഈദ് മുബാറക്. നാസ്ബി അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. അസ്സലാമു അലൈക്കും. ഈദ് മുബാറക്. മിയ വ്ലോഗ് തൃശ്ശൂർ. റാഫി ഈദ് മുബാറക്. इंशाल्लाह ईद आप मेरे मुबारक. के लिए दुआ करें इंशाल्लाह. मैं माशाल्लाह. आपके अस्सलाम सबको के वालेकुम. लिए ओके ओके. सब उम्मत के लिए मैं इंशाल्लाह दुआ करेगा. अल्हम्दुलिल्लाह अल्हम्दुलिल्लाह. ईद मुबारक, ईद मुबारक. ഇംഗ്ലീഷ് ആയിട്ട് വരില്ല. അസ്സലാമു അലൈക്കും. അവിടെ ഉണ്ട് ഷിയാബ് ഉണ്ട്, അസ്ലാം ഉണ്ട്, ഷിയാസ് ഉണ്ട്, ഫാറൂഖ് ഉണ്ട്. शाम का ईद मुबारक मुझे शाम का ईद मुबारक ईद अल अधा मुबारक. अरे പേര് ഷാബക്ക് ഈദ് മുബാറക് ഉണ്ട്. കുറച്ച് ആളൊക്കെ വരട്ടല്ലേ. അവക്കനോട് ദുആ ചെയ്യാൻ പറയണം. ഇൻഷാ അല്ലാഹ് ഇവിടെ ഉണ്ട്, നിങ്ങളെല്ലാവരും പറഞ്ഞോളൂ, ഞാൻ പറയിപ്പിക്കപ്പോൾ. ഈദ് മുബാറക്, ഈദ് മുബാറക്, ഈദ് മുബാറക്. കാണിക്കാം. ചായ കുടിച്ചോ? യെസ്. ടുമാറോ ഓൾസോ റെസ്റ്റ് ആണോ? ഇന്ന് റെസ്റ്റ് ആണ്, ലൈവ് ആണ്. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. നമുക്ക് ഒരുപാട് ആൾക്കാർ സലാം പറയുന്നുണ്ട്. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. ഈദ് മുബാറക് ഒരുപാട് പറയുന്നുണ്ട്. ഈദ് മുബാറക്. കുല്ലു ആം അൻതും ബിഖൈർ. ഈദ് മുബാറക്. ഷാബ് ഈദ് മുബാറക്കിനെ കുറിച്ചിട്ടുണ്ടല്ലോ. ഈദ് മുബാറക്. അല്ല, ഈദ് മുബാറക്കിനെ കുറിച്ചിട്ടുണ്ടെങ്കിലോ അവർക്ക് പറഞ്ഞു. ഈദ് മുബാറക്കിനെ കുറിച്ചിട്ട് ഇപ്പൊ ഇന്ന് ഞാൻ പറഞ്ഞതല്ല. എന്താണ് എന്താണ് ഹബ്ബദ ശുഭാശയ. അബ്ബദ ശുഭാശ. ഈദ് ഹബ്ബദ ശുഭാശയ. മലയാളികളല്ലേ? നല്ല മലയാളികളാ? കണ്ണൂരല്ലേ? കാസർഗോഡ് അല്ലേ? സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും അല്ലേ ഇതെന്ന് പറഞ്ഞാൽ പെരുന്നാൾ നമുക്ക് ആഘോഷിക്കാനുള്ളതാണ്. ആഘോഷത്തിന്റെ ദിവസമാണ്. നമ്മളെ ഹാജിമാരൊക്കെ ഹജ്ജിൽ നിന്ന് വിട വാങ്ങുന്നൊരു ദിവസം. എല്ലാരും ദുആ ചെയ്യാൻ ഇൻഷാ അല്ലാഹ്. അടുത്ത വർഷത്തെ ഹജ്ജിന് ഇൻഷാ അല്ലാഹ് അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹം ഉണ്ടെങ്കിൽ അള്ളാഹുവിന്റെ കാവലിൽ ആ ഒരു വിശ്വാസത്തിലാണ് നമ്മുടെ യാത്ര ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവരും ദുആ ചെയ്യാം. ആരും അനുകരിക്കേണ്ട ഒരു കാര്യമല്ല ഈ ഒരു നടത്തെന്ന് പറഞ്ഞത് ഞാൻ എപ്പോഴും പറയാറുണ്ട്. ഇൻഷാ അല്ലാഹ് എല്ലാവരും ദുആ ചെയ്യാം. ആഗ്രഹമുള്ളവർക്ക് ഇങ്ങനെ പോണതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടും ഒരു കുഴപ്പമില്ല. പക്ഷെ ആരും ഇങ്ങനെ നിർബന്ധമായിട്ടും പോകേണ്ട ഒരു കാര്യമല്ല നടന്നുകൊണ്ട് ഹജ്ജ് ചെയ്യാന്നുള്ളത്. ഒരുപാട് ചരിത്രങ്ങളും ഇതൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. ഒരു കുട്ടി നടന്നുകൊണ്ട് ഹജ്ജിന് പോകുന്ന ഒരു കുട്ടിയുടെ ചരിത്രങ്ങളൊക്കെ കേട്ടിട്ടുണ്ട്. ഒരുപാട് ഹജ്ജുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും ഞാൻ ആദ്യം തന്നെ നോക്കലുണ്ട്. ഇങ്ങനത്തെ നടന്നു പോണതിനെ കുറിച്ചിട്ട് കൂടുതലായിട്ട് ഞാൻ പഠിക്കാൻ ശ്രമിക്കലുണ്ട്. അൽഹംദുലില്ലാ ഇന്നിപ്പോ ഏകദേശം ഞങ്ങൾ 1300 കിലോമീറ്റർ അല്ലേ? 1300 കിലോമീറ്ററിന് മുകളിൽ നടന്ന് കേരളം, കർണാടക, ഗോവ, മഹാരാഷ്ട്ര എത്തി. ഇനിയിപ്പോ ഗുജറാത്തിലേക്ക് കടക്കാൻ ഏകദേശം ഇൻഷാ അല്ലാഹ് അള്ളാഹുവിന്റെ വിധി ഉണ്ടെന്നുണ്ടെങ്കിൽ 2 ദിവസം ഗുജറാത്തിലേക്ക് കടക്കും. ഗുജറാത്ത് കടന്നു കഴിഞ്ഞാൽ പിന്നെ
ഗുജറാത്തിൽ കുറച്ച് കൂടുതൽ ദിവസം ഉണ്ടാവും തോന്നുന്നു. അവിടെ കുറച്ച് മഹാരാഷ്ട്രക്കായി ലോങ് കൂടുതൽ ദിവസം ഗുജറാത്തിൽ ഉണ്ടാവും. ദിവസം. കുറച്ച് ലോങ് ഏരിയ ഉണ്ട്. Yes. ബോർഡർ ക്രോസ് ചെയ്യുന്നത് ഇൻഷാ അള്ളാ പഞ്ചാബിൽ നിന്നാണ്. അപ്പൊ എല്ലാവരും പ്രാർത്ഥിക്കുക. നിയമ തടസ്സങ്ങളും കാലാവസ്ഥാ തടസ്സങ്ങളും രോഗങ്ങളൊന്നും ഇല്ലാതെ റാഹത്തായിട്ട് അവിടെ എത്താനും അള്ളാഹുവിന് തൃപ്തിപ്പെട്ട രീതിയിലാകാൻ ഈ യാത്രകളും ഈ ഓരോ നിമിഷങ്ങളും അള്ളാഹുവിന് തൃപ്തിപ്പെട്ട രീതിയിലാകാനും ദുആ ചെയ്യുക. പിന്നെ ഇൻഷാ അള്ളാ മഖ്ബൂലും മബ്രൂറുമായ ഹജ്ജും ഉംറയും ചെയ്ത് സന്തോഷത്തോടെ റാഹത്തിൽ മനസ്സിന് തൃപ്തിയായിക്കൊണ്ട് എല്ലാ കർമ്മങ്ങളും പൂർത്തിയാക്കാനുള്ള ഭാഗ്യം അള്ളാഹു തആല തരട്ടെ എന്ന് പ്രാർത്ഥിക്കാണ്. ഈ സാഹചര്യത്തിൽ ദുആ കൊണ്ട് ഒരുപാട് പേര് വസിയത്ത് ചെയ്തിട്ടുണ്ട്. ഇവരൊക്കെ എന്നോട് പറയാറുണ്ട്. സാബിത്തും നിങ്ങളുടെ പേര് അസറൊക്കെ എപ്പോഴും പറയാറുണ്ട്. അങ്ങനെ ദുആ കൊണ്ട് ഒരുപാട് പേര് വസിയത്ത് ചെയ്തിട്ടുണ്ട്. എന്താണോ അവരുടെ ബുദ്ധിമുട്ട് അത് അള്ളാഹു തആല തീർത്തു കൊടുക്കട്ടെ. അള്ളാഹുവിനോട് നേരിട്ട് പ്രത്യേകം ദുആ ചെയ്യാം. മറ്റൊരാളോട് വസിയത്ത് ചെയ്യുന്നതിനേക്കാൾ ഒന്നുകൂടി നമ്മൾ അള്ളാഹുവിലേക്ക് നേരിട്ട് കണ്ട് ദുആ ചെയ്താൽ അത്രയും ഇൻഷാ അല്ലാഹ് എൻ്റെ ദുആയിൽ നിങ്ങളൊക്കെ ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത എല്ലാവരും ഉണ്ടാകും ഇൻഷാ അല്ലാഹ്. എനിക്ക് വേണ്ടി നിങ്ങളും ദുആ ചെയ്യണം. എൻ്റെ കുടുംബത്തിന് വേണ്ടി ദുആ ചെയ്യണം ഇൻഷാ അല്ലാഹ്. അടുത്ത ഈ ഒരു ദിവസം എനിക്ക് സന്തോഷത്തിലാകാൻ വേണ്ടി നിങ്ങൾ പ്രത്യേകം ദുആ ചെയ്യണം. അള്ളാഹുവിൻ്റെ പൊരുത്തത്തിലാകാൻ വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണം. ബുദ്ധിമുട്ടുകളും തടസ്സങ്ങളും ഒക്കെ കുറെ അനുഭവിക്കേണ്ടി വരും. യാത്ര എന്ന് പറഞ്ഞാൽ തന്നെ ഒരു പരീക്ഷണമാണ്, ത്യാഗമാണ്. അപ്പോൾ അതിലൂടെയൊക്കെ കടന്നു പോകാൻ ഞാൻ തയ്യാറുമാണ്. അള്ളാഹുവിൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ ഈ യാത്ര പൂർണ്ണമായും നമുക്ക് ഞാൻ ഉദ്ദേശിച്ച പോലെ ആകാൻ പറ്റുള്ളൂ. അപ്പോൾ പ്രത്യേകം നിങ്ങൾ ദുആ ചെയ്യുക. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. നല്ലൊരു ദിവസമാണ് ഇന്ന്. സന്തോഷിക്കുക. പെരുന്നാൾ സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഒത്തൊരുമിക്കലിൻ്റെയും ഒരു മെസ്സേജ്, നല്ലൊരു മെസ്സേജ് ആണ്. അപ്പോൾ നമ്മളെ കുടുംബബന്ധം ചേർക്കുക. എല്ലാവരും ഒത്തൊരുമിച്ച് സന്തോഷത്തിൽ മറ്റു വിദ്വേഷങ്ങളും ദേഷ്യങ്ങളൊക്കെ മാറ്റി വെച്ച് സന്തോഷത്തിൽ കിട്ടുന്ന സമയം സന്തോഷത്തിൽ ഇരിക്കാൻ ശ്രമിക്കുക. മക്കളുമായിട്ടും കുടുംബമായിട്ടൊക്കെ വളരെ സന്തോഷത്തിൽ നല്ല നല്ല ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കി രാഹത്തിൽ പെരുന്നാളൊക്കെ ആഘോഷിക്കുക ഇൻഷാ അല്ലാഹ്. ഞങ്ങളും ഇവിടെ വളരെ സന്തോഷത്തിലാണുള്ളത്. നിങ്ങൾ വിചാരിക്കുന്ന പോലെ അല്ലെങ്കിൽ നിങ്ങൾ ടെൻഷൻ അടിക്കുന്ന പോലത്തെ ഒറ്റപ്പെട്ടതോ ബുദ്ധിമുട്ടോ ഒന്നുമല്ല. അതൊന്ന് കാണിച്ചു കൊടുക്കാൻ. ഇതാണ് ഷാവുക്ക് അവിടെ ഇരുന്നുകൊണ്ട് ഇതിങ്ങനെ ആസ്വദിക്കുന്നുണ്ട് ഈ കാഴ്ച. നിങ്ങളും കണ്ടോളൂ. അപ്പോൾ ഈ കാഴ്ചകളൊക്കെ കണ്ട് സന്തോഷത്തിൽ ഇതാ ഭക്ഷണം കഴിച്ച് ഞങ്ങള് എല്ലാവരും ഞങ്ങൾക്ക് ഇവിടെ വളരെ സന്തോഷത്തിലാണ്. അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് ഇതുവരെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഒരുപാട് പേരുടെ സ്നേഹം, പോലീസുകാരുടെ സപ്പോർട്ട്, കേരളം, കർണാടക, ഗോവ, മഹാരാഷ്ട്ര എല്ലാ സ്റ്റേറ്റിലും പോലീസുകാർ നല്ല സപ്പോർട്ടാക്കി. ഇവിടുത്തെ രാഷ്ട്രീയ പ്രവർത്തകർ സപ്പോർട്ടാക്കി. അതിനൊക്കെ അൽഹംദുലില്ലാ അവരോടൊക്കെ ഒരുപാട് താങ്ക്സ് പറയാണ്, നന്ദി പറയാണ്. നല്ലൊരു ദിവസമായ ഇന്ന് ഇങ്ങനെ മൊബൈലിലൊന്നും നോക്കി സമയം കളയാതെ ഇനി പെരുന്നാൾ ആഘോഷിക്കുക, സന്തോഷിക്കുക. ഒരുപാട് പെരുന്നാൾ സന്തോഷത്തിൽ കുടുംബത്തോടൊപ്പം നമ്മുടെ മക്കളോടൊപ്പം കൂടാൻ ഇനിയും അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് നമ്മൾ എങ്ങനെ പ്രാർത്ഥിക്കണം എന്നറിയോ? ദീനിനും സമൂഹത്തിനും മാതാപിതാക്കൾക്കും ദുനിയാവിലും ആഖിറത്തിലും ഗുണം ചെയ്യുന്ന മക്കളായിട്ട് നമ്മളെ മക്കള് സ്വാലിഹീങ്ങളായ മക്കളായിട്ട് വളരാൻ വേണ്ടി പ്രത്യേകം ദുആ ചെയ്യും. മറ്റൊരാളെ കൊണ്ടും ബുദ്ധിമുട്ടും മാതാപിതാക്കളെ പറയിപ്പിക്കുകയും ചെയ്യാത്ത, സ്വർഗത്തിലേക്ക് പോകുന്ന മാതാപിതാക്കളെ നരകത്തിലേക്ക് തള്ളിയിടുന്ന ഇതിന് കാരണമാകുന്ന മക്കളാകാത്തവരാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കണം. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോൾ കുല്ലു ആം അൻതും ബിഖൈർ, ഈദ് മുബാറക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മാഷാ അല്ലാ. അപ്പോൾ ഷിഹാബ് എല്ലാവർക്കും ഈദ് മുബാറക് അറിയിച്ചു. ഒരുപാട് മോട്ടിവേറ്റീവ് സ്പീച്ചൊക്കെ ആയിരുന്നു ഷിഹാബ്. നമുക്ക് എല്ലാവർക്കും, കാണുന്ന ആൾക്കാർക്ക് എല്ലാവരും ഒരുപാട് പേര് കമൻറ്റ് ചെയ്തു മോട്ടിവേറ്റ് ചെയ്യാൻ പറയുന്നു. അപ്പോൾ ഞാൻ പറയാണ്ട് തന്നെ ഷിഹാബ് തന്നെ പറഞ്ഞു തന്നു. നിങ്ങൾ ആഗ്രഹിച്ചത് ഷിഹാബ് അറിഞ്ഞു. അപ്പോൾ എന്തായാലും ഇതാ ഈ സ്ഥലമൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഷിഹാബ്. ഇത് നല്ല സ്ഥലമാണ്, നല്ല കണ്ണിനൊരു മനോഹരമായൊരു കാഴ്ചയാണ്. ഇതാ നിങ്ങൾ കണ്ടോളൂ. ഈ ഫോറസ്റ്റിനുള്ളിലൊരു വീട് അല്ല,
എല്ലാവരും ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും റെക്കമെൻഡ് ആവും വീഡിയോ. അപ്പോൾ എല്ലാവർക്കും കാണാൻ പറ്റും. എല്ലാവരും ഒന്ന് ഈ വീഡിയോ ലൈക്ക് ചെയ്യാം കേട്ടോ. അല്ലേ നമ്മളിപ്പോൾ ഉള്ളത് മഹാരാഷ്ട്രയിലെ വിരാർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മൾ ഇന്നുള്ളത്. അപ്പോൾ നാളെ യാത്ര നാളെ ഇൻഷാ അല്ലാഹ് നാളെ 6:30 മണിക്ക് മഴ പെയ്യാൻ തുടങ്ങി അല്ലേ. പക്ഷെ അവർക്ക് യാത്രനെ കുറിച്ച് ചോദിക്കുന്നത് 2 ദിവസമായാലും എന്താ പോകുന്നില്ല എന്ന്. 2 ദിവസമായാലും പോകുന്നില്ല എന്ന് ഇന്നലെ വന്നിരുന്നു. ഇന്നലെ പറയാതിരുന്നതല്ലേ, ഇന്നലെ നോമ്പായിരുന്നു. എടുത്തിരുന്നു. നോമ്പ് നോറ്റിട്ട് ഒരു 17 കിലോമീറ്റർ നടന്നല്ലേ. യെസ് അതന്നെ, ഇന്നലെ 17 കിലോമീറ്റർ നോമ്പെടുത്ത് നടന്നു. ഇവിടെ വന്നു റെസ്റ്റ് ആക്കി. പിന്നെ ഇവിടുന്ന് ഇതല്ലേ പെരുന്നാളല്ലേ, ഇന്ന് പെരുന്നാളാണ്. ഇന്നിവിടെ പെരുന്നാളൊക്കെ റാഹത്തായി ആഘോഷിച്ച് നാളെ രാവിലെ ഇൻഷാ അല്ലാഹ് സുബ്ഹിയോട് കൂടിയിട്ട് ഫജ്ർ നിസ്കാരത്തിന് ശേഷം 6 മണി 6:30 ഇൻഷാ അല്ലാഹ് അതിന്റെ തീരുമാനം പോലെ ഇൻഷാ അല്ലാഹ് നാളെ ഇവിടുന്ന് ഇറങ്ങും. ഏകദേശം മറ്റന്നാൾ ഇൻഷാ അല്ലാഹ് ഗുജറാത്ത് ബോർഡർ പാസ്സാകണം എന്നാണ് ആഗ്രഹിക്കുന്നത്. അള്ളാഹുവിന്റെ തീരുമാനം എങ്ങനെയാണോ അതുപോലെ സംഭവിക്കും ഇൻഷാ അല്ലാഹ്. പിന്നെ എല്ലാരും നമ്മളെ സുഹൃത്തുക്കളൊക്കെ ഉണ്ട്, നാടും വീടൊക്കെ. അവര് എന്താ പറയാ, അവരുടെ പെരുന്നാളും കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് നമ്മളെ കൂടെ നിൽക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. നമുക്കിത് ഭാഗ്യമാണ്. ഞാൻ ചോദിച്ചിരുന്നില്ല നാട്ടിലേക്ക് കുറെ ദിവസമായി ഞാൻ ചോദിക്കുന്നു ഇവരോടൊക്കെ, അസ്ലമിനോടായാലും ഫാറൂഖ്, ഷിയാസ്, സാബിത്തിനോടും ഹസറിനോടും ഇന്നലെ ചോദിച്ച സമയത്ത് അവരിനോട് പറഞ്ഞു, ഇത്ര വർഷം ഞങ്ങള് വീട്ടില് എല്ലാരും കൂടെ കൂടിയില്ലേ, ഈ വർഷം അതാണ് നമുക്ക് കിട്ടിയ ഒരു ഭാഗ്യമാണ്. ഇപ്പോഴത്തെ ജനറേഷനില് ഒരു 100 വർഷമായി എവിടെയോ കിടക്കുന്ന ഒരുപാട് സുഹൃത്തുക്കളെ കിട്ടാൻ ഇതായി. അപ്പൊ ഇൻഷാ അല്ലാഹ് സന്തോഷം, വളരെ സന്തോഷം. ഒരു ബുദ്ധിമുട്ടും ഇല്ല. പിന്നെ തൂക്കത്തിന്റെ ഒരു ചെറിയ ഇതെന്ന് തുലാസിലൊരു ഇത് പറഞ്ഞിരുന്നല്ലോ, അവിടുന്ന് നിന്ന റൂമിൽ നിന്ന് തൂക്കിയ സമയത്ത് ഒരു 4 കിലോ കുറവ് കാണിച്ചതെന്ന്. പിന്നെ ഇനി കുറവാണോ, ഞാൻ തുലാസിന്റെ കംപ്ലൈന്റ് ആണോ എന്നറിയില്ല. മിനിയാന്നല്ല, അതിന്റെ മുന്നത്തെ ദിവസം നോക്കിയ സമയത്ത് 72 കിലോ കറക്റ്റ് ആണ്. വീട്ടിൽ നിന്ന് നോക്കിയ അതേ തൂക്കം, അതിനുശേഷം ഒരു 15 ദിവസം കഴിഞ്ഞിട്ട് നോക്കിയ തൂക്കം അതേ തൂക്കാണ്. മിനിയാന്നല്ല, അതിന്റെ മുന്നത്തെ ദിവസം നോക്കിയത്. അൽഹംദുലില്ലാഹ്. ഞാൻ വിചാരിച്ചു ഇങ്ങനെ 4 കിലോ വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ ഒരു മാസത്തിൽ 30 ഡേയ്സിൽ 4 കിലോ ആണെന്നുണ്ടെങ്കിൽ 8 മാസം കൊണ്ട് ഏകദേശം നല്ലൊരു തൂക്കം കുറയുമെന്ന് വിചാരിച്ചു. പക്ഷെ കാൽക്കുലേഷൻ ഒക്കെ മാറി. അൽഹംദുലില്ലാഹ്. ഇപ്പോഴും ഞാൻ എന്റെ മനസ്സിൽ ഞാൻ പറയണത് തുലാസിന്റെ കംപ്ലൈന്റ് ആവട്ടെ എന്ന് പറയാം, അല്ലാതെ കുറഞ്ഞിട്ട് കൂടിയതാവാതിരിക്കട്ടെ. അൽഹംദുലില്ലാഹ്. നല്ലൊരു വീട്ടുകാരാണ് അവർ, വളരെ സന്തോഷത്തിൽ നമ്മളെ സ്വീകരിച്ചു. നല്ലൊരു ഫാമിലി, നല്ല വീട്. കൂടുതൽ ആളുകളൊന്നും ഇതാക്കാതെ ഞങ്ങൾ കുറച്ച് ആളുകളെ, ഒരു 5-6 പേരുള്ളൂ. നല്ല കാണാൻ വയല്, ഫോറസ്റ്റ്, കോളനികള്, വീട് കാര്യങ്ങളൊക്കെ. പള്ളി തൊട്ട് മുന്നിൽ തന്നെ പള്ളി ഉണ്ട്. എല്ലാം കൊണ്ടും റാഹത്തായിരുന്നു. ഒന്നുകൊണ്ടും അള്ളാന്റെ ഒരു പരീക്ഷണമില്ലാത്തൊരു പെരുന്നാളായി. അൽഹംദുലില്ലാഹ്. എത്ര സ്തുതിച്ചാലും അള്ളാഹുവിനെ സ്തുതിച്ചാലും അൽഹംദുലില്ലാഹ്. ഇതാണ് ഷിഹാബ് പറയുന്നത്. കണ്ടോ, നമ്മൾ ഇതിന്റെ മിഡിലാണുള്ളത്. ഫുള്ള് ഫോറസ്റ്റ് ആണ്. ഇതാ ഇവിടെ ഫുള്ള് വെള്ളമാണ്. ഇതിന്റെ തൊട്ടടുത്ത് സ്ലം ഏരിയ ആണ്. കണ്ടോ, ഇത് ഫുള്ള് സ്ലം ഏരിയ ആണ്. ഒരുപാട് വീടുകളുണ്ട്. ഈ വീടിൻ്റെ നടുവിലാണ് നമുക്കുള്ള വീട്. ഷിഹാബ് പറഞ്ഞ പോലെ ഈ വീടിൻ്റെ മുറ്റത്ത് തന്നെ മോർണിംഗ് ലൈവ് ഇടാത്തെന്നാ ചോദിക്കുന്നുണ്ട്. അത് ലൈവ് ഇടാൻ 1 സെക്കൻഡ് ഉള്ളൂ. ഈ വീടിൽ നിന്ന് പള്ളിക്ക് 1 സെക്കൻഡ് ഉള്ളൂ. ലൈക്ക് അടിച്ചില്ല, എല്ലാവരും ലൈക്ക് അടിക്കട്ടെ. ഇത് നമ്മൾ സംസാരിപ്പിച്ച് തരുന്നുണ്ട് ഷിഹാബ് തന്നെ. നിങ്ങൾ വെറുതെ നോക്കി നിൽക്കുക, നമ്മൾ ലൈക്ക് അടിപ്പിക്കുക നമ്മളെ ചാനലിനെ. ഈ വീഡിയോ എല്ലാവരും പെട്ടെന്ന് ലൈക്ക് അടിക്കുക. ഈ എവിടെയാണ് പള്ളി, അതവിടെ കാണുന്നില്ലേ, അതാണ് പള്ളി. നമ്മൾ ഉണ്ടായിരുന്നത് ഇവിടെയാണ്, ഈ വീട്ടിലാണ്. അപ്പോൾ എന്തായാലും മാഷാ അല്ലാഹ് ഷിഹാബൊക്കെ ഒരുപാട് നേരം സംസാരിച്ചു.
എന്താ പറയുക, ഇന്ന് വലിയ പെരുന്നാളാണ്, സന്തോഷത്തോടെ ആചരിക്കാമെന്നാണ് ഷിഹാബൊക്കെ പറയുന്നത്. എല്ലാവരും വീട്ടുകാരോടൊപ്പം കൂടിയിട്ട് മൊബൈലൊന്നും വർക്ക് ചെയ്യാണ്ട് എല്ലാവരും വീട്ടുകാരോട് സന്തോഷത്തോടെ ഈദ് ആചരിക്കാനാണ് ഷിഹാബൊക്കെ എല്ലാവരുടെ പറയുന്നത്. അപ്പോൾ കുറച്ചൊക്കെ മോട്ടിവേറ്റൊക്കെ പറഞ്ഞു ഷിഹാബൊക്കെ. ഇന്നത്തെ ദിവസത്തിൻ്റെ കാര്യങ്ങളായിരിക്കും, ടോട്ടലായിരിക്കും മക്കളെ കുറിച്ചിട്ടുള്ള എല്ലാം ടോട്ടലായിട്ട് ഒരു 5 മിനിറ്റ് കൊണ്ട് എല്ലാ കാര്യങ്ങളും ഒരുപാട് പറഞ്ഞു തന്നു. അപ്പോൾ എന്തായാലും ഇൻഷാ അല്ലാഹ് നമ്മൾ ലൈവ് ആരൊക്കെ കാണുന്നുണ്ട് എല്ലാവരും ലൈവ് ഒന്ന് ലൈക്ക് ചെയ്യുക, ആരും മറക്കണ്ട, പെട്ടെന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ നേരത്തെ മോർണിംഗ് ലൈവ് വരാത്ത എന്താണെന്ന് എല്ലാവരും ചോദിക്കുന്നുണ്ട്. ലൈവ് വരാത്തത് പറഞ്ഞാൽ ഇവിടെ നേരത്തെ അതാണ് പള്ളി, ഇതാണ് വീട്. അപ്പോൾ ഇത്രയും ഡിഫറൻസ് ഉള്ളത് കൊണ്ട് നമ്മൾ അവിടെ പോയിട്ടുണ്ടായിരുന്നില്ല. ഏതായാലും ഇൻഷാ അല്ലാഹ് അപ്പോൾ എന്തായാലും ഇൻഷാ അല്ലാഹ് ഏതായാലും ഞാൻ താഴെ പോകുന്നുണ്ട് കേട്ടോ, ഒരു മിനിറ്റ്. അപ്പോൾ ഷിഹാബൊക്കെ നല്ലതുപോലെ है ना, ये बहुत अच्छा घर का आदमी है, अगर कुछ भी प्रॉब्लम नहीं है शिहाब भाई को, हमको पूरा आदमी का, हमारा टीम का कुछ प्रॉब्लम नहीं. अच्छा क्या बोलेगा क्या बनाने का, ऐसा बहुत प्यार का आदमी है इंशाअल्लाह. ഏതായാലും नहीं അപ്പം ഞാൻ പറഞ്ഞ പോലെ ഷിഹാബൊക്കെ ഇന്നലെ ഈ പള്ളിയിലാണ് നിസ്കാരമൊക്കെ കഴിഞ്ഞത്, ഈ വീട്ടിലാണ് ഷിഹാബൊക്കെ ഇന്നലെ ഞാൻ നിന്നത്. കണ്ടോ, അവിടെയൊക്കെ പിള്ളേരൊക്കെ പുതിയ ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണ് ഇറങ്ങിയിട്ടുള്ളത്. ഹായ് ഏയ് ഹായ് ഹായ് ബോലോ, ഹായ് ഹൗ ആർ യു? क्या बोल रहे? अभी किधर है शिया भाई? इधर के नाम डिस्ट्रिक्ट पूरा कुछ बोला. पालघर डिस्ट्रिक्ट है. पालघर डिस्ट्रिक्ट के अंदर मुंबई विरार के अंदर रायपड़ा है. रायपड़ा के इधर शोएब भाई रुके हुए हैं और शोएब भाई यहाँ पर ईद मनाए. ईद मनाने के बाद कल मॉर्निंग में फजर पढ़ के यहाँ से निकलेंगे और फजर पढ़ने के बाद यहाँ से उनका पहला स्टॉप मनोर में रहेगा. मनोर में अपना फ्रेंड है, उनके घर पे रुकेंगे. फिर मनोर से नेक्स्ट डे निकलेंगे और नेक्स्ट डे फिर डायरेक्ट गुजरात बॉर्डर क्रॉस करेंगे इंशाल्लाह. वो इंशाल्लाह बॉर्डर क्रॉस करने के बाद उधर अपना एक फ्रेंड है, उनके घर पे रुकेंगे. ये 2 स्टॉप अपने जिम्मे है. उसके बाद आगे का सूरत वाला एक है, उन्होंने रुकने का इंतजाम किया हुआ है शोएब भाई का. इंशाल्लाह ജസാക്കല്ലാഹ് ഖൈർ. അപ്പോൾ ഇയാളുടെ വീട്ടിലാണ്, ഇവരുടെ ഫാമിലിൻ്റെ വീട്ടാണ് ഈ വീട്. നല്ല അടിപൊളിയായ ഇന്നലെ നോമ്പ് തുറക്കാൻ നമ്മൾ ഇന്നലെ നോമ്പ് പിടിച്ചിട്ടുണ്ടായിരുന്നു. നോമ്പ് തുറക്കാനായിരിക്കും, ഭക്ഷണത്തിനായിരിക്കും, എല്ലാത്തിനും അടിപൊളി സെറ്റപ്പായിരുന്നു. യാതൊരു ബുദ്ധിമുട്ടില്ലാണ്ട് നല്ലതുപോലെ ഇന്നലെ. അപ്പോൾ ഞാൻ പറഞ്ഞ ഒരു മിനിറ്റ്, വൈഫൈ കട്ട കേട്ടോ, ആരും പോവല്ലേ. സാബിത്ത് സാബിത്ത് ഒരു മിനിറ്റ് ആരും പോവല്ലേ. അപ്പോൾ ഇന്നിവിടെ ആടൊക്കെ അറുത്തു. നേരത്തെ നമ്മൾ നോക്കി ഷിഹാബൊക്കെ നമ്മളെല്ലാവരും കൂടി ആടൊക്കെ അറുക്കുന്നത് നമ്മൾ കണ്ടു. ഔലിഹത്തിൻ്റെ അപ്പോൾ ഞാൻ ഈ വീട്ടിലാണ് ഷിഹാബൊക്കെ നിന്നത്. യാതൊരു ബുദ്ധിമുട്ടില്ല, നല്ല അടിപൊളിയാണ്. ഇവിടെ ഒരുപാട് ആടുകളും പോത്തുക്കളും പശുക്കളാണ് ഇവിടെ ഉള്ളത്. प्रेग्नेंट ഉണ്ടായിരുന്ന ഒരു പശു. ഓ सही हो गया भाई, ये गिर गया ना? नहीं गिर गया. अभी उधर ही है है. अभी उठेगा नहीं. वो कम से कम 1-1.5 घंटा जाएगा. उसको अभी इंजेक्शन मारूंगा. इंजेक्शन मिल रहा नहीं है तो अभी छोटा भाई को बुलाया है. वो आएगा घर में से इंजेक्शन देगा तो मारूंगा. उसके आधे घंटे बाद वो खड़ा हो जाएगा. അതാണ് പാവം. അവിടെ ഒരു പശു നേരത്തെ വീണിട്ട് ഞാൻ പോയിട്ട് കാണിച്ചു തരാം. मुश्किल नहीं है ना लाइव डालने का? तो कोई मुश्किल नहीं है, हमारा आदमी है ना सब. ഇതാ ഇവിടെയാണ് ഒരുപാട് പശുക്കളും പോത്തുക്കളും പിന്നെ ഇത് അവിടെ കണ്ടോ, അവിടെ ഒരു പശു ഇരിക്കുന്നുണ്ടോ വൈറ്റ് ആയിട്ട്. ആ പശു നേരത്തെ അത് പ്രഗ്നൻ്റ് ആണ്.
അത് നല്ല प्रेग्नेंट कितना मंथ हो गया वो ये 6 मंथ का प्रेग्नेंट है। वो कितना महीना में वो 9 मंथ। 9 मंथ सेम 8 मंथ्स में दे देता है बच्चा। हाँ सेम है अभी कभी कभी 9 मंथ होता है पर 8 मंथ्स में बच्चा देता है। ഓക്കെ 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 അപ്പോൾ അത് പ്രഗ്നൻ്റ് ആണ്. അപ്പോൾ ഇന്നത്തെ ദിവസം അവിടെ അതിനുള്ളിൽ വീണിട്ട് നല്ല അടിയായിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ഇഞ്ചക്ഷനൊക്കെ കൊടുക്കാണ്ടെന്ന് പറഞ്ഞു. അതൊക്കെ കൊടുത്തതിന് ശേഷം എനിക്കുള്ളൂ. ഒന്ന് അവിടെ കാണുന്നുണ്ടോ, അവിടെ കിടന്നിരിക്കുകയാണ്. അപ്പോൾ നല്ല വേദനയ്ക്കുണ്ടെന്ന് തോന്നുന്നുണ്ട്. अलग ഏക്കായ वो दूसरा है, वो पानी के लिए आया बाहर। हाँ इनका പാനി അതാ അവിടെ നോക്ക്, അത് വെള്ളം കുടിക്കാൻ വരുന്നുണ്ട്. ഓക്കെയോ, അതിന് വിട്ടതാണ്. അതിനടുത്ത് ഒന്നും പറഞ്ഞില്ല, നിങ്ങൾ വെള്ളം കുടിക്കുന്നൊന്നും പറഞ്ഞില്ല. പക്ഷെ അത് നേരെ കയറി വന്നത് കണ്ടോ, അതന്നെ വെള്ളം കുടിക്കണ്ട കേട്ടാ. മനുഷ്യനിക്കാണ് ബുദ്ധി ഇല്ലാത്തതുകൊണ്ട്. എനിക്ക് നല്ല ബുദ്ധിയാ. ഗോപിക്ക എനി യു വാണ്ട് എനി ഹെൽപ്സ് ഈദ് മുബാറക്. സമഷ എന്താണ്, ആരാടെ സംസാരിക്കുക? മുഹമ്മദ്. അതായത് വെള്ളം കുടിച്ചില്ലല്ലോ, ഒന്ന് ഓടിപ്പോയല്ലോ വെള്ളം കുടിക്കാണ്ട്. അപ്പോൾ എന്തായാലും അതാ കണ്ടോ, വെള്ളം കുടിക്കുന്നുണ്ടോ ഈ പശു. ഖത്തറിൽ നിന്ന് മുസ്തഫാണ്. ഈദ് മുബാറക് അസ്രു. താങ്ക് യു മുസ്തഫ, ഖൈർ മുബാറക്, ഈദ് ആശംസകൾ. അപ്പോൾ നമ്മൾ ചാനൽ കാണുന്ന എല്ലാവർക്കും എൻ്റെ മനസ്സ് നിറയെ ഈദ് ആശംസകൾ ഞാൻ അർപ്പിക്കുന്നു. അതുപോലെ ഒരുപാട് ആൾക്കാർ ഈദ് മുബാറക് പറഞ്ഞിട്ടുണ്ട്, ഖൈർ മുബാറക്. എല്ലാവർക്കും ഒന്നുകൂടി ഈദ് മുബാറക് അർപ്പിച്ചുകൊണ്ട് ഈ പള്ളിയിലാണ് ഇന്ന് ഷിഹാബ്ക്ക നമ്മൾ ഈദൊക്കെ കഴിച്ചത്, നിസ്കാരമൊക്കെ കഴിച്ചത് ഈ പള്ളിയിലാണ്. വീടിൻ്റെ തൊട്ടടുത്തുള്ള പള്ളിയാണ്. നല്ല സന്തോഷമാണ് ഷിഹാബ്ക്ക. ഇതുപോലെയാണ് ഷിഹാബ്ക്ക വേണ്ടത്. ചെറുതായിട്ടുള്ളൊരു വീടും തൊട്ടടുത്ത പള്ളിയും ഒക്കെ ഉണ്ടെങ്കിൽ വക്തിന് പോയിട്ട് നമുക്ക് റെസ്റ്റ് എടുക്കുന്ന സമയം നിസ്കരിക്കാൻ പറ്റും. അപ്പോൾ എന്തായാലും ഇൻഷാ അല്ലാഹ് നമ്മളിന്ന് ഇവിടെ അടിച്ചു പൊളിച്ച് പെരുന്നാളൊക്കെ നല്ല സുഖമാണ്, അൽഹംദുലില്ലാഹ്. അതിനിടയ്ക്ക് ഒരു ദുഃഖത്തിൻ്റെ ഒരു വാർത്ത പറയിക്കാണ്ട്. ഞാൻ നേരത്തൊക്കെ ലൈവിൽ വരാത്ത എനിക്ക് മൂഡ് ഉണ്ടായിരുന്നില്ല. മോർണിംഗ് ഞാൻ വരാത്തതെന്ന് വെച്ചാൽ എൻ്റെ അളാപ്പ ഇന്ന് മോർണിംഗ് 4 മണിക്ക് ഹാർട്ട് അറ്റാക്ക് ആയിട്ട് മരിച്ചു. അപ്പോൾ ഇന്നാലില്ല, നല്ല സങ്കടമുണ്ട്. ഒരുപാട് സ്നേഹിച്ചുകൊണ്ടിരുന്ന ആളാപ്പാണ് എൻ്റെ. ഞാൻ ഏറെ സ്നേഹിക്കുന്ന ഒരാളാപ്പാണ്. എനിക്ക് നല്ല ഇഷ്ടമുണ്ടായിരുന്നു ആളടുത്ത്. കാരണം വെച്ചാൽ ഞാൻ അവരുടെ വീട്ടിലൊക്കെ പോയാൽ നല്ലൊരു സൽക്കരണം, നല്ല ഒരുപാട് സ്നേഹത്തോടെ തന്നെ എന്താ പറയുക, വാരി പുണർന്ന ഒരു ആളാപ്പായിരുന്നു. ഇന്ന് മരിച്ചുപോയി മോർണിംഗ്. ഇന്ന് ഈദിൻ്റെ ദിവസം തന്നെ മരിച്ചുപോയി. അപ്പോൾ ഞാൻ നാട്ടിലില്ല. പക്ഷേ ഇവിടുന്ന് ഞാൻ പോയി എത്തണമെങ്കിൽ എനിക്ക് ഏകദേശം 2-3 ദിവസം ഞാൻ വണ്ടി കാറുകൊണ്ട് പോകണമെങ്കിൽ ഏകദേശം 2-3 ദിവസം എടുക്കും. അപ്പോൾ എല്ലാവരും നമ്മൾ ലൈവിൽ ഒരുപാട് ആൾക്കാർ കാണുന്നുണ്ട്. ഹമീദ് എന്നാണ് പേര്, ഹമീദ് മുസ്ലിയാർ എന്ന. അപ്പോൾ എല്ലാവരും എൻ്റെ ആളാപ്പാക്ക് വേണ്ടിയിട്ട് നിങ്ങളെല്ലാവരും ഒരു ദുആ ചെയ്യുക, ഫാത്തിഹ ഓതുക. ആരൊക്കെ ലൈവിലുണ്ട് പറ്റുണ്ടെങ്കിൽ ഒരു 3 സ്വലാത്തെങ്കിലും മരിച്ചുപോയ എൻ്റെ ആപ്പാക്ക് വേണ്ടിയിട്ട് നിങ്ങളെല്ലാവരും പറയുക. ആരും മറക്കണ്ട. നല്ലൊരു വ്യക്തിയാണ്, പാവമായിരുന്നു. ഒരു പള്ളിയിൽ മുഅസ്സിനായിരുന്നു. മക്കൾക്ക് വിദ്യാഭ്യാസങ്ങൾ ഖുർആനൊക്കെ പഠിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു ഏകദേശം എനിക്ക് തോന്നുന്നുണ്ട് ഒരു 43-45 വയസ്സായിട്ടുള്ള തോന്നുന്നുണ്ട്. അയാളുടെ മകളുടെ എൻ്റെ കസിൻ്റെ മാരേജ് 1 മാസമായിട്ടില്ല കല്യാണം കഴിഞ്ഞിട്ട്. ആ കല്യാണം കഴിഞ്ഞ വീട്ടിൽ 1 മാസം പോലും ആയില്ല, എന്നേരാണ് ഇന്ന് മരണപ്പെട്ടത്. അപ്പോൾ വീട്ടിൽ കല്യാണത്തിൻ്റെ ഒരു നല്ല സന്തോഷമൊക്കെ മാറുന്നതിന് മുമ്പായിട്ടാണ് ഇന്നിപ്പോൾ മരിച്ചിട്ടുള്ളത്. നല്ല സങ്കടമുണ്ട്, ഒരുപാട് സങ്കടമുണ്ട്. ആ സങ്കടമൊക്കെ ഒളിപ്പിച്ച് വെച്ചിട്ട് ഞാൻ എന്നും തരുന്ന അപ്ഡേറ്റ്സ് ഞാൻ ഇന്ന് തന്നു നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ അപ്ഡേറ്റ്സൊക്കെ തന്നത്. അപ്പോൾ നിങ്ങൾ ആരും ഇത് ഇങ്ങനെ കളയരുത്. എല്ലാവരും നമ്മളെ എന്താ പറയുക, നമുക്ക് വേണ്ടി നിങ്ങൾ ദുആ ചെയ്യുക. എൻ്റെ ആപ്പാക്ക് വേണ്ടി നിങ്ങളൊരു ഫാത്തിഹയും ഒരു സലാത്തും നിങ്ങൾ പറഞ്ഞു കേൾക്കുക. കാരണം വെച്ചാൽ ഞാൻ പറഞ്ഞില്ല, ഒരുപാട് എനിക്ക് ഇഷ്ടമുണ്ടായിരുന്നു ആപ്പനടുത്ത്. ഞാൻ വിചാരിച്ചതല്ല, ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചല്ല. ഞാൻ 4 മണിക്ക് എണീച്ചിരിക്കുമ്പോൾ എനിക്ക് കോള് വരുന്നുണ്ട്. നമ്മൾ 4 മണിക്ക് എണീച്ചിട്ടുണ്ടായിരുന്നു ഇന്ന് മോർണിംഗ്. അപ്പോൾ 4 മണിക്ക് എണീച്ചപ്പോഴാണ് എനിക്കറിയുന്നത് ഇങ്ങനെ ആപ്പ മരിച്ചിട്ടുണ്ടെന്ന്. അപ്പോൾ മോസ്റ്റ്ലി എനിക്കറിയില്ല ക്ലിയർ ആയിട്ട്. തഹജ്ജുദ് നിസ്കാരത്തിന് എണീച്ചപ്പോഴാണ് ഹാർട്ട് അറ്റാക്ക് ആയിട്ട് മരിച്ചതെന്ന് തോന്നുന്നുണ്ട്. എനിക്കറിയില്ല എനിക്ക് ക്ലിയർ ആയിട്ട്. പക്ഷെ അതൊന്നും വിവരം കേൾക്കാൻ ആരുമില്ല. അവരെല്ലാവരും സങ്കടത്തിലാണ് അവിടെ ഉള്ളത്. അപ്പോൾ ഞാൻ പറയുന്നത് ആ ഹമീദ് മുസ്ലിയാർ എന്ന് പറയുന്ന എൻ്റെ ആപ്പാൻ്റെ മേലെ നിങ്ങളെല്ലാവരും ഒരു ഫാത്തിഹയെങ്കിലും, അതല്ലെങ്കിലും അത്രയ്ക്കും തിരക്കുണ്ടെങ്കിൽ ഒരു 3 സ്വലാത്ത് അയാളുടെ ഖബറിലേക്കും, ഖബറിൻ്റെ ജീവിതം എല്ലാം എന്തോ ഒരുപാട് ഹലാലായ ഉദ്ദേശങ്ങളുണ്ടാകും. അത് എന്താ പറയുക, അതൊക്കെ വെച്ചിട്ടാണ് ഇന്ന് മരണപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ അതിനു വേണ്ടി എല്ലാവരും ആ ഖബറിലായിരിക്കും. എല്ലാ മാഷറ എവിടെ വെച്ചാലും എൻ്റെ ആപ്പ സ്വർഗത്തിൽ പോകാൻ വേണ്ടിയിട്ട് നിങ്ങളെല്ലാവരും ദുആ ചെയ്യുക.
എനിക്ക് പറയാൻ പറ്റില്ല, കാരണം വെച്ചാൽ ഞാനെ തന്നെ വിശ്വസിക്കുന്നില്ല ആ അപ്പം മരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ. അപ്പോൾ എന്തായാലും എല്ലാവരും, ഞാനിപ്പോൾ ഏകദേശം കാണാണ്ട് 20 ദിവസങ്ങളൊക്കെ കഴിഞ്ഞു. അന്നേരം എന്നും കണ്ടാലും എവിടെ കണ്ടാലും നിർത്തി സംസാരിക്കും. പിന്നെ വീട്ടിൽ പോയാൽ നിങ്ങൾ പറയേണ്ട അത്രയ്ക്കും ഒരു സന്തോഷത്തോടെ സ്വീകരിക്കുന്ന ഒരാളായിരുന്നു. അപ്പോൾ അപ്പം ഇനി മുന്നോട്ട് നമുക്കില്ല എന്ന് പറയണേ ഒരുപാട് സങ്കടമുണ്ട്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യുക, ഒരു മനുഷ്യൻ്റെ മരണം എന്ന് വെച്ചാൽ അത് പറയാൻ പറ്റില്ല, ഒരൊറ്റ നിമിഷം കൊണ്ടായിരിക്കും ആ മനുഷ്യൻ ആ വീട്ടിലില്ലാണ്ടായത്. ഇനി ആപ്പം പറയുന്ന ഒരു സാധനം, ആ ഒരു മനുഷ്യന് നമുക്ക് എന്നും കാണാൻ പറ്റില്ല, അത് ഒരിക്കലും കാണാൻ പറ്റില്ല. പിന്നെ ആ വീട്ടിൽ ആ മനുഷ്യനെ ഇനി ഇല്ലയെന്ന് വിചാരിക്കാൻ പോലും പറ്റില്ല. ഇനി മുന്നോട്ടുള്ള അവരുടെ ജീവിതം, എൻ്റെ അളാമായിരിക്കും, അവിടെ മക്കളുണ്ട്, 2 ആൺകുട്ടികളാണ്, ഒരു പെൺകുട്ടിയാണ്. ആ ഒരു പെൺകുട്ടീനെ കല്യാണം കഴിഞ്ഞിട്ട് കുറച്ച് ദിവസമായിട്ടുള്ളൂ, ഏകദേശം എനിക്ക് തോന്നുന്നു ലാസ്റ്റ് മന്ത് 12 അത്രക്കൊന്ന് ചെയ്തിട്ടുള്ളൂ, കല്യാണം ചെയ്തിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും ഇൻഷാ അല്ലാഹ് ഞാൻ പറഞ്ഞതുപോലെ എല്ലാവരും ദുആ ചെയ്യണം. അവരുടെ ഖബറിടം അള്ളാഹു സ്വർഗ്ഗത്തോഫാക്കി കൊടുക്കട്ടെ, യാതൊരു ശിക്ഷകളും ഇല്ലാണ്ട്, ഒന്നുമില്ലാണ്ട്. പറയാൻ പറ്റില്ല, മനുഷ്യനായ പിന്നെ എല്ലാവരും തെറ്റ് ചെയ്യും, ഞാനായാലും നിങ്ങളായാലും ആരായാലും. അപ്പോൾ അതൊക്കെ അള്ളാഹു പൊറുത്തു കൊടുക്കട്ടെ, അവരുടെ ഖബറിടം സ്വർഗ്ഗത്തിൽ സ്വർഗ്ഗപൂന്താവനമാക്കി കൊടുക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നിങ്ങളും ഒരു 3 സ്വലാത്ത് കൊണ്ട്, ഒരു ഫാത്തിഹ കൊണ്ട് നിങ്ങളും ദുആ ചെയ്യുക, ആരും മറക്കണ്ട. ഇതിനൊക്കെ ഒളിപ്പിച്ച് വെച്ചിട്ടാണ്, ഈ സങ്കടമൊക്കെ മറപ്പിച്ച് വെച്ചാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് ലൈവ് ഇട്ടുന്നത്. അപ്പോൾ നല്ല മഴ വരുന്നുണ്ട്, കണ്ടോ, നല്ല മഴ വരുന്നുണ്ട്. എന്തായാലും ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഷിഹാബക്ക, ഞാൻ പറഞ്ഞ പോലെ ഷിഹാബക്കൻ്റെ കാര്യം നല്ല ദിവസമാണല്ലോ, അതാണ് നല്ല ദിവസമാണ്. നാട്ടിലെ എല്ലാവർക്കും നല്ലൊരു വ്യക്തിയായിരുന്നു. ഇന്നിപ്പോൾ നാട്ടിൽ എല്ലാവരും മൂഡ് ഓഫ് ആയിരിക്കും, ആരും ഈദ് വലിയൊരു ഇതുകൊണ്ട് ആചരിക്കില്ല, സങ്കടം കൊണ്ടായിരിക്കും. കാരണം വെച്ചാൽ ആപ്പൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് ഒരു 10-40 വീടുകളുണ്ട്, അടുത്ത് തന്നെ ഒരുപാട് വീടുകളുണ്ട്. അപ്പോൾ അവിടെയൊക്കെ മരണത്തിൻ്റെ ഇതായത് കൊണ്ട് ആരും ഇന്ന് ഈദ് ആചരിക്കില്ല എന്ന് തോന്നുന്നുണ്ട് എനിക്ക്. എന്തായാലും നിങ്ങളൊക്കെ വേറെ സ്ഥലത്തുള്ള ആൾക്കാരൊക്കെ നിങ്ങളെല്ലാവരും ഈദ് ആചരിച്ചോളൂ, ഒന്നും പ്രശ്നമില്ല. പക്ഷേ നിങ്ങളുടെ ഒരു ഫ്രീൻ്റെ ടൈമിൽ ഒരു ഫാത്തിയെങ്കിലും ഇല്ല 3 സ്വലാത്തെങ്കിലും ഒന്ന് നിങ്ങൾ ഓതിയെടുക്കുക. അയാളുടെ ഖബറിലേക്ക് നിങ്ങൾ ഓതി അയക്കുക. 3 ഫാത്തി ഓതിയിട്ടുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് സുമിത നസീർ, അള്ളാഹു കബൂലാക്കട്ടെ. ഏതായാലും ഒരുപാട് ആൾക്കാർ ഫാത്തി ഓതി, ഒരുപാട് ആൾക്കാർ സ്വലാത്ത് പറഞ്ഞു, ഒരുപാട് ആൾക്കാർ ദുആ ചെയ്തു. അതെല്ലാം അള്ളാഹു സ്വീകരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഏതായാലും ഞാൻ ലൈവ് ഇട്ടത് നേരത്തെ ഷിഹാബക്ക നമ്മൾ ലൈവിൽ ഏകദേശം 10-15 മിനിറ്റ് വരെ സംസാരിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്, എനിക്കറിയില്ല. ഏകദേശം 10 മിനിറ്റ് എന്തായാലും സംസാരിച്ചിരിക്കും. ഈദിനെക്കുറിച്ചായിരിക്കും, ഷിഹാബക്കൻ്റെ യാത്രയെ കുറിച്ചായിരിക്കും, ഒരുപാട് മോട്ടിവേഷനുകളായിരിക്കും, ഇന്ന് പള്ളിയിൽ നിസ്കരിച്ചായിരിക്കും, എവിടേക്ക് താമസിച്ച് ആ വീടിനെ കുറിച്ചായിരിക്കും, എല്ലാം ഷിഹാബക്ക നമ്മൾ ലൈവിൽ ക്ലിയറായിട്ട് പറഞ്ഞു തന്നുന്നുണ്ട്. അപ്പോൾ ആരൊക്കെ കാണുന്നുണ്ട് അവരെല്ലാവരും നമ്മൾ ലൈവ് ഒന്ന് ലൈക്ക് ചെയ്യുക. ഒരുപാട് ആൾക്കാർ ലൈവ് ലൈക്ക് ചെയ്യാൻ ബാക്കിയുണ്ട്, നിങ്ങളെല്ലാവരും പെട്ടെന്ന് ലൈക്ക് ചെയ്യുക. ആരൊക്കെ സബ്സ്ക്രൈബ് ചെയ്തില്ല അവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഷിഹാബക്ക നമ്മുടെ ചാനലിൽ ഒരുപാട് സംസാരിച്ച് നിങ്ങൾ കേട്ടിരിക്കും, കണ്ടിരിക്കും. അതൊക്കെ കണ്ട ആൾക്കാർ നിങ്ങളെ അഭിപ്രായങ്ങൾ അറിയിക്കുക, കമൻറ്റ് ചെയ്യുക, ഷിഹാബക്കക്ക് വേണ്ടി ദുആ ചെയ്യുക. ഷിഹാബക്ക നാളെ മുതൽ വീണ്ടും 6:30 യാത്ര തുടരുകയാണ്. അപ്പോൾ ആരൊക്കെ നമ്മൾ ലൈവിലുണ്ട് അവരെല്ലാവരും ഇൻഷാ അല്ലാഹ് നാളെ നമ്മൾ എന്തായാലും 6:30 ലൈവിൽ വരും. ആരൊക്കെ നമ്മൾ ലൈവിലുണ്ട് അവരെല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആരൊക്കെ നമ്മൾ പുതിയതായിട്ട് നമ്മുടെ ചാനൽ വന്നിട്ടുണ്ട് അവർക്ക് എല്ലാവർക്കും വെൽക്കം അറിയിക്കുന്നു, സ്വാഗതം അറിയിക്കുന്നു. അതൊക്കെ അറിയിച്ചുകൊണ്ട് നമ്മൾ ചാനൽ ലൈക്ക് ചെയ്യാത്തുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ളൊരു ബെൽ ബട്ടൺ ഉണ്ട്, അതൊന്ന് അമർത്തി വയ്ക്കുക. പിന്നെ ഈ വീഡിയോ ആരൊക്കെ കാണുന്നുണ്ട് അവരെല്ലാവരും ലൈക്ക് ചെയ്യുക. എന്തായാലും ഇൻഷാ അല്ലാഹ് കുറച്ചൊക്കെ കമൻസൊക്കെ നമ്മൾ വായിക്കുക ഇൻഷാ അല്ലാഹ്. ഒരുപാട് ആൾക്കാർ കമൻറ്റ് ചെയ്യുന്നുണ്ട്. ഹായ് ഹബീബ്, മനു പലശ്ശേരി, ഇർഫാൻ, അൽഹംദുലില്ലാഹ്. അപ്പോൾ എല്ലാവർക്കും സുഖമാണ്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ നിങ്ങൾ പറയും, നമ്മൾ സംസാരിക്കുക, കുറച്ചുകൂടി സംസാരിക്കുക. നിങ്ങളെ ഈദ് ഏതുപോലെ നടക്കുന്നുണ്ട്? ഒരുപാട് പ്രവാസികൾക്ക് ഇന്നാലാണ് ഈദായിരുന്നു. അപ്പോൾ ഇന്നാലെ ഞാൻ എല്ലാവർക്കും ഈദ് ആശംസ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നാലെ ഇല്ലാത്ത ആൾക്കാർ ഇന്ന് നമ്മൾ ചാനൽ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും ഈദ് ആശംസകൾ. നാട്ടിലുള്ള ആൾക്കാർക്ക്, നാട്ടിലെ ഒരുപാട് ആൾക്കാർ ഈദ് ആചരിക്കുന്നുണ്ട്. എല്ലാവർക്കും ഞാൻ ഒറ്റ വാക്കിൽ ഈദ് ആശംസകൾ, ഈദ് മുബാറക്ക് അറിയിക്കുന്നു. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കും. ഞാനും ഷിഹാബക്കയും നമ്മളെല്ലാവരും ഇവിടെ നമ്മൾ ടീം എന്തുണ്ടാ ഷിഹാബക്കിൻ്റെ കൂടെ ബാക്കിലുണ്ടാ എല്ലാവരും അൽഹംദുലില്ലാഹ് റാഹത്തോടെ ഉണ്ട്. നല്ലൊരു ഈദൊക്കെ ആചരിച്ചു. എന്നെ ഓടങ്ങോട്ട് കുത്തല്ല വന്നിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ആരൊക്കെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ഇനി വരുന്ന കമൻറ്റ് ഞാൻ വായിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ഉള്ളത് മഹാരാഷ്ട്രയുടെ വിരാർ എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ. ഫ്രം ദോഹ ഖത്തർ, മജീദ് കേസി റോഡ്. ഓക്കെ, ഇബ്രാഹിം, ഹസൻ, ഈദ് മുബാറക്, ഹസൻ, ഷിബു, മൊയ്തീൻ ഹാജി, വധിയ ഓതി സ്വലാത്തും ചൊല്ലി, ഫാത്തിഹ ഓതി സ്വലാത്തും ചൊല്ലി. അൽഹംദുലില്ലാഹ്, അള്ളാഹു കബൂലാക്കട്ടെ. സയ്യദ് ഇബ്രാഹിം, അസ്സലാമു അലൈക്കും. ഹസൻ, പിന്നെ സഫ്വാൻ,
കല്ലിങ്കൽ അബ്ദുൽ സമദ്, ഷമാസ്, ഷുഹൈബ് കൊല്ലം, നൂറു, എമ്മി ഫാമിലി, അബ്ദുല്ല, ഇർഫാൻ, ഷുഹൈബ് കൊല്ലം, മുഹമ്മദ് ആസിഫ്, സഫ്വാൻ കല്ലിങ്കൽ, ഷമാന, അബ്ബാസ് അബ്ബാസ്, മുഹമ്മദ് റാഫി, ഒരുപാട് ആൾക്കാർ ഈദ് മുബാറക്ക് പറയുന്നുണ്ട്. അപ്പം ഷിഹാബക്ക് വേണ്ടി നമ്മൾ ഈ ചാനലിൽ 2 ദിവസം മുമ്പ് ഒരു സോങ് ഇറക്കിയിട്ടുണ്ട്. ആരൊക്കെ കണ്ടില്ല അതെല്ലാവരും കാണാം. ഷിഹാബക്ക് വേണ്ടി നല്ലൊരു അടിപൊളി സോങ് നമ്മൾ ഇറക്കിയിട്ടുണ്ട്. അത് മധു സോങ്ങാണ്, ദഫ് സോങ്ങാണ്, എല്ലാവരും കാണാം. പിന്നെ മഴയ്ക്ക് നിന്നു. പിന്നെ ഞാൻ പറയാൻ പോകുന്നത് എന്തോ പറയണമെന്ന് വിചാരിച്ചു. പിന്നെ ഇന്നാളത്തെ ലൈവ്, എന്നാൽ ലൈവില്ല, ലൈവിൽ ഞാൻ പറയുന്നത് ഇന്നലെ ലൈവ് ഇട്ടുണ്ടായിരുന്നു. ഇൻഷാള്ളത് കാണാത്ത ആൾ കാണാം. ഷിഹാബക്ക് എന്നാൽ നോമ്പ് പിടിച്ചിട്ടാണ് 16 കിലോമീറ്റർ നടന്നു വന്നത്. അതിൻ്റെ ലൈവ് കൂടി നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഷിഹാബക്കുള്ള വീടാണിത്. ഇതാണ് പള്ളി ഷിഹാബക്കിൻ്റെത്. അപ്പോൾ എന്തായാലും ഇൻഷാല്ലാ ഷിഹാബ് ഭായ് ഈദ് മുബാറക്ക്. ഓക്കെ, ഖൈർ മുബാറക്ക്. എല്ലാവർക്കും ഷിഹാബ് ഈദ് മുബാറക്ക് അറിയിച്ചിട്ടുണ്ട്. ഈ വീഡിയോയിൽ തന്നെ അറിയിച്ചിട്ടുണ്ട്. എല്ലാവരും കുറച്ച് ബാക്ക് പോലെ കാണാൻ പറ്റും. ഷിഹാബ് നല്ലപോലെ നമ്മൾ ലൈവിൽ സംസാരിച്ചിട്ടുണ്ട്. ഏതായാലും ഇന്ന് ലൈവില്ലാം പറയണ്ട, ലൈവിൽ നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇൻഷാല്ലാ 33 മിനിറ്റ് ഏകദേശമായി. അപ്പോൾ ഒരുപാട് ആൾക്കാർ നമ്മളെ സ്നേഹിക്കുന്നുണ്ട്, നമ്മൾക്ക് സപ്പോർട്ട് തരുന്നുണ്ട്. എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. ഒരുപാട് നന്ദി അറിയിക്കുന്നു. ഒന്നും കൂടി എല്ലാവർക്കും ഈദ് ആശംസകൾ അറിയിക്കുന്നു. ഫുഡ് കഴിക്കണം സുമിത, കഴിച്ചില്ല. പിന്നെ റാഫി അടിപൊളി സോങ് സൂപ്പർ ആയിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു. ഈദ് മുബാറക്. അബ്ദുൾ റസാഖ്, ഇർഫാൻ, കുഞ്ഞ് ഹമീദ്, മുഹമ്മദ് സഫർ, ഫാത്തിഹ ഓതി സ്വലാത്തും ചൊല്ലി മാഷാ അല്ലാ. തമന്ന ഷൈഖ്, you continuously go on saying in kuch samajh nahi aata bro. Okay, अब अंदाज़ ओके. अभी शिहाब भाई महाराष्ट्र का विरार में है. आज इसका ईद नमाज इधर पढ़ाया. अब आज इधर रुकने का, कल सुबह भी इंशाल्लाह इधर में उसका सफ़र स्टार्ट कर रहा हूँ. सब लोग उसका सफ़र का सब लोग दुआ करो इंशाल्लाह. हमारा चैनल में अभी 10 मिनट बैक में शिहाब भाई बहुत बात किया. अब देखने का मालूम पड़ता है. हुब्बू नबी, शोएब कोल्लम, जासो, सना, सफ़ा, शिबू कोल्लम, सलीम अहमद. हाय नाम ब्रो. शिहाब भाई कहाँ हो? शिहाब भाई अभी ऊपर में अभी बात किया हमारा चैनल में. तमन्ना शेख, ईद मुबारक. ओके, आप शिहाब कोल्लम, सलमान फारिस. ओके, शाह साफ़ी. अब शिहाब भाई इधर ऊपर है ना, उधर है इंशाअल्लाह. अभी बात किया शिहाब भाई हमारे चैनल में. थोड़ा बैक स्किप करने तो आपको मालूम पड़ता है इंशाअल्लाह. शिहाब भाई अभी लाइव में हमारा चैनल में बात किया, 10-15 मिनट बात किया. सब लोग का ईद मुबारक बोला, सब लोग का मोटिवेशन स्पीच बोला. ऐसे बहुत बात किया. इंशाल्लाह फ्री टाइम में आज शिहाब भाई ईद डे में बात किया. सब लोग हमारा चैनल देखने का आदमी चैनल सब्सक्राइब करो, लाइक करो. कौन शिहाब भाई बात किया तो नहीं देखा, थोड़ा पीछे जाने को मालूम पड़ता है. आगे आओ, पीछे जाओ, ठीक है. नहीं, ये लाइव एंड करने के बाद है ना, शुरू से देखो ये वीडियो. ये लाइव शुरू से देखो. 1-2-3 मिनट के बाद शिहाब भाई ने 5-6 मिनट बात किया है, ईद का संदेश दिया है. अच्छा बात किया शिहाब भाई. प्लीज टेल हिम अगेन टू कम ऑन चैनल. नहीं, अभी बात किया तमन्ना, अभी बात अभी एक बार दिखाएंगे. फाइनल लास्ट एंड करता है ना, तभी दिखाएंगे. अस्सलाम वालेकुम. ओके. सब लोग अस्सलाम वालेकुम. അപ്പോൾ ഇതൊക്കെയാണ് സംഭവങ്ങൾ. ഫുട്ബോൾ മാസ്റ്റർ അബ്ദുൾ റസാഖ്, റിഷ ഫാത്തിമ പുത്തൂർ ദുആക്കി ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും. 11 ഫാത്തിഹ ഓതി ചെയ്തു. ഓക്കെ, താങ്ക് യു. അൽഹംദുലില്ലാഹ്, അള്ളാഹു കബൂലാക്കട്ടെ. ഓക്കെ, ആമീൻ. ഓക്കെ. ഒരുപാട് ആൾക്കാർ ദുആ ചെയ്യുന്നുണ്ട്. ഈദ് മുബാറക് ഫ്രം ലൈല. നമുക്ക് വേണ്ടി ദുആ ചെയ്യാം. ഓക്കെ, ഹസീന ബാനു, ഈദ് മുബാറക്, ഖൈർ മുബാറക്. ഓക്കെ, അപ്പോൾ എന്തായാലും ഇത് അവിടെയൊക്കെ ആടുകളൊക്കെ ഉണ്ട്. ആരെങ്കിലും വേണമെങ്കിൽ പറയും, കുറച്ച് നല്ല റേറ്റിന് തരുന്നുണ്ട് നമ്മൾ കേട്ടോ. ഡീൽ ചെയ്യാം, നല്ല വീട്ടുകാർക്ക് അറിയണ്ട. ഇവിടുന്ന് സംസാരിച്ച ലൈവ് കൊണ്ട് നമ്മൾ ഡീൽ ചെയ്യാം, നല്ല റേറ്റിന് വരും. ഓക്കെ, ഷോ ഹിം വൺസ് അഗൈൻ ഇൻഷാല്ലാ. അപ്പോൾ എന്തായാലും കമ്മ്യൂണിറ്റിയിൽ നമ്മൾ ഫോട്ടോ ഇട്ടു, അതൊന്ന് കാണിച്ചോ. ഷിഹാബിനെ കൂടെ ഇന്ന് നമ്മൾ ഇത് നമ്മളെ കാണുന്നില്ല പറയുന്നുണ്ട്. നമ്മൾ ഇൻഷാല്ലാ ഇന്ന് ഷിഹാബിനെ കൂടെ നമ്മൾ DTV കണ്ടതിൽ കമ്മ്യൂണിറ്റിയിൽ നമ്മൾ ഫോട്ടോ വെച്ചിട്ടുണ്ട്. അപ്പോൾ കാണേണ്ട ആൾക്കാർ പോയിട്ട് കാണാം. എന്നാലും ഇതിലൂടെ വന്നൊരു കാണിക്കുന്നുണ്ട്. ഇതാണ് ഒരു മിനിറ്റ്, ഇത് DTV കന്നഡാണ്. നമ്മളിങ്ങനെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കമ്മ്യൂണിറ്റിയിൽ ഉണ്ടാവും ഫോട്ടോസ്. ഷിഹാബിന്റെ അപ്ഡേഷനും ഇതൊക്കെ ഈ കമ്മ്യൂണിറ്റിയിൽ ഉണ്ടാവും. അവിടെ പോയി കാണാൻ, ലൈക്ക് ചെയ്യാം. പിന്നെ ഇന്നത്തെ ഷിഹാബിന്റെ കസ്റ്റമർ മാഷാ അല്ലാ.
ഇതാണ് നമ്മൾ ഷിയാബ്ഖാന്റെ ലെഫ്റ്റിലുള്ളത് നിക്കടാ. ഷിയാബ്ഖാന്റെ ലെഫ്റ്റിലുള്ളത് ഞാനാണ്, റൈറ്റിലുള്ളത് സാബിത്താണ്. ലെഫ്റ്റ് ഏത് റൈറ്റ് ഏത് പറയും നമുക്ക്? ഷിയാബ്ഖാന്റെ ലെഫ്റ്റിലുള്ളത് ഞാനാണ്. ആ വെള്ളം വീഴുന്നുണ്ടാ മൊബൈൽ. അപ്പോൾ എന്തായാലും ഇൻഷാ അല്ലാഹ് നിങ്ങളെല്ലാവരും കണ്ടു. ദിസ് ഗോട്ട് ആർ ക്യൂട്ട് ക്യൂട്ട്. ഓക്കെ 3 ഫാത്തിഹ ഓതിയിട്ടുണ്ട്. ഓക്കെ ഈദ് മുബാറക്ക്. ഓക്കെ ഓക്കെ ഇൻഷാ അല്ലാഹ്. അപ്പോൾ എന്തായാലും ഷിഹാബ്ഖാൻ ഒന്നും കൂടി കാണിച്ചു തരുന്നുണ്ട് ഫുഡ് കഴിക്കാൻ. ഓക്കെ അപ്പോൾ എന്തായാലും ഇൻഷാ അല്ലാഹ് കുല്ലു ഇൻതൂർബി നിങ്ങൾ ഇട്ട ഡ്രസ്സ് കണ്ടില്ല. ഓക്കെ അപ്പോൾ എന്തായാലും भाई एक ईद मुबारक बोलो सब लोग का. अस्सलाम वालेकुम. ईद मुबारक सबको मेरी तरफ से. അപ്പോൾ എന്തായാലും ഇൻഷാ അല്ലാഹ് അതാണ് അജ്മീർ പോകുന്ന ആൾ. അയാളടുത്ത് ഈദ് മുബാറക്ക് അറിയിച്ചു. അപ്പോൾ എന്തായാലും ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും ഒരുപാട് നന്ദി. ഷിഹാബ്ഖാനെ ഒരുപാട് കാണാൻ പറഞ്ഞു. ഷിഹാബ്ഖാൻ ഇവിടെ ഉണ്ട്, കാണാത്തവരുണ്ടെങ്കിൽ കണ്ടോളൂ. ഇതാണ് ഷിഹാബ്ഖാൻ. അപ്പോൾ എന്തായാലും ഇൻഷാ അല്ലാഹ് ഈ ലൈവിൽ കാണിക്കണ. അപ്പോൾ ഇതാണ് ഷിഹാബ്ഖാൻ. അപ്പോൾ നമുക്കിന്ന് ഫുഡ് ഇറക്കിയിട്ടുള്ളത് ഈ വീട്ടിൽ. നമുക്കിപ്പോൾ ഇന്ന് പെരുന്നാളിൻ്റെ സ്പെഷ്യലാണ്. ഇതാ കണ്ടോളൂ. ഫാറൂഖ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യും. എല്ലാവരും പറയാ പാവം അവർ ഇവിടെ ഉണ്ട്, ഏതോ ഗലിയിലുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇതിനൊന്ന് ക്ലിയർ ആയിട്ട് പറഞ്ഞു കൊടുക്ക്. നമ്മളെ പൊറോട്ട, നല്ല ആടുകറി, മട്ടൺ അല്ലേ, മട്ടൺ ചിക്കന് മട്ടണ് എല്ലാം ഉണ്ട്. വടാപ്പാവ് അടിഞ്ഞു കുറച്ച് സാധനം കൂടി വരാനുണ്ട്. നമ്മൾ അതിനാണ്ടി അല്ല ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട് ഏതോ ഗള്ളിയിലുണ്ട്, ഒന്നും ഇല്ല, കഴിക്കുന്ന കിട്ടാനില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ പറഞ്ഞു കൊടുക്ക്. ഇവിടെ മഹാരാഷ്ട്ര കയറിയതിന് ശേഷം രാവിലെ ഉച്ചക്ക് രാത്രി വരെ ഈ വടാപ്പാവ് ഉണ്ട് നമുക്ക് കൂടെ. അതൊരു സ്പെഷ്യൽ അല്ല ഇവിടുത്തെ, അതൊരു സ്പെഷ്യലാണ് ഐറ്റം. സ്പെഷ്യൽ സാധനമാണ്. എന്തുണ്ടെങ്കിലും ആ പാവ് ഉണ്ടാവും. പാവ് ഉണ്ടാവും, അത് വേണം. പാവ് ഇട്ടൊരു കളിയില്ല മഹാരാഷ്ട്രക്കാര്. ഓക്കെ ये बकरा काटने के बाद बकरे का बेटा ना बेटे आज कटेगा बकरा उसका बैठो ना. यस बेटेगा इंशाल्लाह. बैठो एक जन वीडियो बनाओ मांगता है तो यस ओके. बैठो ഇയാളുടെ വീട്ടിലാണ് എന്നൊക്കെ നമുക്കുള്ള ഫുഡൊക്കെ ഉണ്ടാക്കിയുള്ള ഈ വീട്ടുകാരനാണ്. ഇയാളുടെ പപ്പ അവിടെ ഇല്ല. അപ്പോൾ പിന്നെ വന്നാൽ കാണിച്ചു തരാം ഇൻഷാ അല്ലാഹ്. ഏതായാലും അപ്പോൾ ഈ ലൈവ് നമുക്ക് ക്ലോസ് ചെയ്യുന്നുണ്ട്. 2000 പേര് നോക്കുന്നുണ്ട്, വാച്ചിങ് ആണ്. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദി അറിയിച്ചുകൊണ്ട് ആരൊക്കെ നമ്മളെ ചാനൽ കണ്ട് ഷിയാസിനെ കണ്ടില്ല. ഷിയാസ് ഇവിടെ ഉണ്ട്. ഷിയാസ് ഒരു ഈദ് മുബാറക്ക്, ഹൈർ മുബാറക്ക്. ഓക്കെ അപ്പോൾ എല്ലാവരും നമ്മളെ ചാനൽ ആരൊക്കെ കാണുന്നുണ്ട്. DTV ಕನ್ನಡ ಎಂದೋ ಮೆಂಡಿಲ್ಲ. ಓಕೆ ಎಲ್ಲರೂ ಇವತ್ತು ಶಿಹಾಬ್ರವರು ಮಹಾರಾಷ್ಟ್ರದ ವಿರೂರು ಅಂತ ಹೇಳುವಂಥ ಸ್ಥಳದಲ್ಲಿದ್ದಾರೆ. ಈಗ ನಮ್ಮದು ಈದ್ ನಮಾಜ್ ಎಲ್ಲ ಕಳೆದು ಇಲ್ಲಿ ಆರಾಮಾಗಿದ್ದೀವಿ ನಾವು. ಇನ್ಶಾಲ್ಲ ನಾಳೆ ಬೆಳಿಗ್ಗೆ ಇಲ್ಲಿಂದ ಮತ್ತೆ 6:30 ಗಂಟೆಗೆ ಇಲ್ಲಿಂದ ಯಾತ್ರೆ ಹೊರಡಲಿದ್ದೇವೆ. ಎಲ್ಲರೂ ಶಿಹಾಬಾಯಿಗೆ ಮತ್ತು ಪ್ರತ್ಯೇಕವಾಗಿ ದುವಾ ಮಾಡಬೇಕಂತ ಹೇಳ್ತಾ ಇದ್ದೇನೆ. ಅದೇ ರೀತಿ ಯಾರೆಲ್ಲ ನಮ್ಮ ಚಾನಲ್ ಕಾಣ್ತಾ ಇದ್ದೀರಾ ಅವರೆಲ್ಲರೂ ಲೈಕ್ ಮಾಡಿ സബ്സ്ക്രൈബ് ಮಾಡಿ മറിയಬೇಡಿ. ഓക്കെ അപ്പോൾ എന്തായാലും ഇൻഷാല്ല ഞാൻ ഈ ലൈവ് ക്ലോസ് ചെയ്യാൻ പോകുന്നുണ്ട്. ഷിഹാബ്ഖാൻ ഇങ്ങനെ കണ്ടു. അപ്പോൾ ഷിഹാബ്ഖാൻ നേരത്തെ നമ്മുടെ ചാനലിൽ ഒരുപാട് സംസാരിച്ചിട്ടുണ്ട്, ഈ ലൈവിൽ തന്നെ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ആരൊക്കെ കണ്ടിട്ടില്ല അവരെല്ലാം കുറച്ച് ബാക്ക് പോയിട്ട് എല്ലാവരും ഇത് ചെയ്യാൻ എന്താ പറയുക, എല്ലാവരും എന്ത് പറയണം, ഷിഹാബ്ഖാൻ്റെ വീഡിയോ കാണാം. ഷിഹാബ്ഖാൻ ഒരുപാട് സംസാരിച്ചിട്ടുണ്ട്. എല്ലാവരും ബാക്ക് പോയിട്ട് അത് കാണാം. ഇൻഷാല്ലാ എന്തായാലും ഈ ലൈവ് ഞാൻ ക്ലോസ് ചെയ്യാണ്. DTV കേരള. ഓക്കെ നസീർ അഹമ്മദ് ചേഞ്ച് നെയിം DTV കേരള ഇൻഷാല്ലാ. ഓക്കെ അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഒരുപാട് നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ ഈ ലൈവ് ക്ലോസ് ചെയ്യാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാവരും ലൈക്ക് ചെയ്യുക, പിന്നെ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഷിഹാബ്ഖാനെ കാണാത്തവരുണ്ടെങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്ത് ബാക്ക് പോയാലും ഷിഹാബ്ഖാൻ ഒരുപാട് സംസാരിച്ചിട്ടുണ്ട്, അതെല്ലാവരും കാണാൻ മറക്കണ്ട. ഏതായാലും ഇൻഷാല്ലാ ഓക്കെ എന്തായാലും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.